ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അമൃത വൈശാഖ്. രാഷ്ട്രപതി ദ്രൗപദി മുർമു 5 ദിവസത്തെ സന്ദർശനത്തിനായി നാളെ മധ്യപ്രദേശിലെത്തും. ഇൻഡോറിൽ ബ്രഹ്മകുമാരി സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ ശ്രീമതി മുർമു പങ്കെടുക്കും. G7 ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ഉഭയകക്ഷി കൂടിക്കാഴ്ച ആരംഭിച്ചു. ഉഭയകക്ഷി സഹകരണം, പ്രാദേശികവും അന്തർദേശീയവുമായ സമകാലിക വിഷയങ്ങൾ എന്നിവയിൽ ഇരുവരും ചർച്ച നടത്തും. ജർമ്മൻ ചാൻസലർ, യൂറോപ്യൻ കൌൺസിൽ പ്രസിഡന്റ്, യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് എന്നിവരുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തി. ദേശീയ സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പർ 1930 പ്രവർത്തനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ നടന്ന യോഗത്തിൽ അവലോകനം ചെയ്തു. സൈബർ കുറ്റകൃത്യങ്ങൾക്കെതിരായ പ്രവർത്തനങ്ങളിൽ നിർമ്മിത ബുദ്ധിയും ബഹുഭാഷാ പിന്തുണയും പ്രയോജനപ്പെടുത്താൻ അദ്ദേഹം ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചു. PM വികസിത് ഭാരത് റോസ്ഗർ യോജന പ്രകാരം 2400 കോടിയോളം രൂപയുടെ ഇൻസെന്റീവുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളിയാഴ്ച ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 1 ആരംഭിച്ച പദ്ധതിക്കായി 99,446 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ വകയിരുത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും ഇതോടനുബന്ധിച്ച് പ്രത്യേക പരിപാടികൾ നടക്കും. അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ ഈ മാസം 21 നടക്കുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. പാകിസ്ഥാനിലെ ISI ഭീകരൻ ഷഹ്സാദ് ഭട്ടിയുമായി ബന്ധമുള്ള 8 അംഗ ഭീകരവാദ സംഘത്തിലെ 5 പ്രതികളെ കൂടി ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തു. നേരത്തെ ഇതേ സംഘത്തിലെ 3 അംഗങ്ങളെ അറസ്റ്റ് ചെയ്തിരുന്നു. സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. 9 ജില്ലകളിൽ ഇന്നും 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ നീരൊഴുക്കിനെ തുടർന്ന് പേപ്പാറ, അരുവിക്കര ഡാമുകളുടെ ഷട്ടറുകൾ ഉയർത്തി. ഡാമുകളുടെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണം. രാജ്യത്തുടനീളം വൈദ്യുതി ലഭ്യതയിൽ കുറവുണ്ടായതിനെ തുടർന്ന് സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുന്നു. ഈ മാസം 30 വരെ വൈകുന്നേരം 6 മണിക്കും രാത്രി 12 ഇടയിൽ പരിമിതമായ തോതിൽ വൈദ്യുതി നിയന്ത്രണം ആവശ്യമെന്ന് KSEB അറിയിച്ചു. കേരളത്തിൽ ഷിഗല്ല, നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തം. ഒരു ഷിഗല്ല മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. മലപ്പുറം സ്വദേശിയായ 75-കാരിയാണ് മരിച്ചത്. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ തുടരുകയാണ്. കോഴിക്കോട് ജില്ലയിൽ പുതിയ നിപ്പ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നിപ്പ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിലുണ്ടായിരുന്ന ഒരാളെ കൂടി രോഗലക്ഷണങ്ങൾ കുറഞ്ഞതിനെ തുടർന്ന് ഡിസ്ചാർജ് ചെയ്തു. പാലക്കാട് ജില്ലയിൽ ഡെങ്കിപ്പനി ബാധിച്ച് ഒരു മരണം കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വയനാട്ടിൽ കടുത്ത പനിയും ഛർദിയും ബാധിച്ച് ആദിവാസി യുവതി മരിച്ചു. CMRL എക്സാലോജിക് പണമിടപാട് കേസിൽ ചോദ്യം ചെയ്യലിന് ശേഷം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകളും എക്സാലോജിക് മേധാവിയുമായ T. വീണ കൊച്ചി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിൽ നിന്നും മടങ്ങി. രാവിലെ 10:30 വീണ ചോദ്യം ചെയ്യലിനായി എത്തിയത്. സെൻസസ് 2027 ഭാഗമായി സംസ്ഥാന പോലീസ് മേധാവി റവാഡ ആസാദ് ചന്ദ്രശേഖർ സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പൂർത്തിയാക്കി. എല്ലാവരും സെൽഫ് എന്യൂമറേഷൻ നടത്തി സെൻസസിന്റെ ഭാഗമാകണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. ഈ മാസം അവസാനം വരെ നീളുന്ന 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് sc.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. 31ാമത് ദേശീയ വായന മഹോത്സവത്തിനും 1 മാസം നീണ്ടു നിൽക്കുന്ന വായന മാസാഘോഷങ്ങൾക്കും മറ്റന്നാൾ തുടക്കം. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം കനകക്കുന്നിൽ മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. നിയമസഭാ നടപടിക്രമങ്ങൾ ആഴത്തിൽ പഠിച്ച് പൊതുപ്രശ്നങ്ങൾ ഫലപ്രദമായി അവതരിപ്പിക്കാൻ സാമാജികർ തയ്യാറാകണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ 16ാം കേരള നിയമസഭയിലെ അംഗങ്ങൾക്കായുള്ള ഓറിയന്റേഷൻ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. അഗ്നിരക്ഷാ സേനയുടെ പ്രവർത്തനശേഷി ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സൈനിക സേവനത്തിൽ നിന്ന് വിരമിച്ച 1000 പേരെ ഹോംഗാർഡുമാരായി നിയമിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കും ട്രാഫിക് ഡ്യൂട്ടി ഉൾപ്പെടെയുള്ള സേവന പ്രവർത്തനങ്ങൾക്കുമാണ് ഇവരെ വിന്യസിക്കുക എന്നും അദ്ദേഹം പറഞ്ഞു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.